ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാനൊരു ലോങ് വീഡിയോ ആയിട്ട് വരാമെന്ന് വിചാരിച്ചു ഗായ്സ്. കുറേ ആയില്ലേ ലോങ് വീഡിയോ ഒക്കെ ഇട്ടിട്ട്. അപ്പോൾ ഞാൻ ഇന്ന് വിചാരിച്ചു ഒരു ലോങ് വീഡിയോ ഇട്ട് നിങ്ങളെ സന്തോഷിപ്പിക്കാമെന്ന്. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കിയത്, നോമ്പ് തുറക്കാൻ വേണ്ടി ഉണ്ടാക്കിയത് ചെമ്മീൻ കുഞ്ഞിപ്പത്തിലാണ്. അപ്പോൾ കുറച്ച് ദിവസമായി ചിക്കനും ബീഫൊക്കെ കൂട്ടിയിട്ട് എനിക്ക് മടുത്തിന്. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ച് ചെമ്മീൻ മേടിച്ചിട്ട് അതിനെ കൊണ്ട് കുഞ്ഞിപ്പത്തിൽ ഉണ്ടാക്കാമെന്ന്. അപ്പോൾ കുഞ്ഞിപ്പത്തിൽ ഞാൻ രാവിലെ തന്നെ ഇങ്ങനെ ആക്കി വെച്ചിനേനു. അതുകൊണ്ട് പിന്നെ വലിയ പണിയൊന്നുമില്ല. ഇത് നല്ലോണം മിക്സ് ചെയ്തിട്ട് അടുപ്പത്ത് വെച്ചതാണ്. ഞാനെല്ലാം ഒന്നായിട്ട് ഇട്ടിട്ട് മിക്സ് ചെയ്തതാണ് കുറച്ച് വെള്ളത്തിൽ. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ചെമ്മീൻ ഇറങ്ങും. പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൈകൊണ്ട് നല്ലോണം മിക്സ് ചെയ്യണം. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ഇറങ്ങാൻ കൈകൊണ്ട് തന്നെ ചെയ്യണം, സ്പൂൺ കൊണ്ട് ചെയ്തിട്ട് കാര്യമില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ നല്ലോണം മിക്സ് ചെയ്ത് കുറച്ച് വെള്ളം ഇങ്ങനെ ഒന്നാക്കി കൊടുത്താൽ മതി. നമ്മൾ കൈൻ്റെ മുകളിലത്തെ ആ ഒരു മസാലയൊക്കെ അതിൻ്റെ മുകളിലൊന്ന് ആക്കുന്ന പോലെ ഒന്നാക്കി കൊടുത്താൽ മതി. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് അതിൽ നിന്ന് ഇറങ്ങി വരും. അപ്പം നമ്മുടെ കുഞ്ഞിപ്പത്തിലിന് നല്ലൊരു ടേസ്റ്റാണ്. പിന്നെ അതിലേക്ക് തേങ്ങ വേണം. തേങ്ങയും വലിയ ജീരകവും പിന്നെ ചെറിയ ഉള്ളിയും. ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ വലിയ ഉള്ളി ഇട്ടാലും മതി. പക്ഷേ ചെറിയ ഉള്ളി ആകുമ്പോൾ നല്ലൊരു ടേസ്റ്റ് വരും. അപ്പോൾ ഈ മിക്സ് നല്ലതായിട്ടൊന്ന് ചെറിയുള്ളി ഇട്ട് മിക്സിയിൽ നല്ലോണം ഒന്ന് അടിച്ചെടുക്കണം. നല്ലോണം ഒന്നും വേണ്ട, നമ്മൾ കറിക്ക് അരക്കുന്ന പോലെയൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് അരച്ചെടുത്താൽ മതി. പിന്നെ കുറച്ച് ചെറിയുള്ളി ഞാൻ ചെറുങ്ങനെ കട്ട് ചെയ്തിട്ട് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് കുഞ്ഞിപ്പത്തിലിന് ആദ്യം വറവ് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാ നമ്മുടെ മസാല ഇവിടെ വെന്തിട്ടുണ്ട്. അപ്പം നല്ലോണം അതായത് ഇതിൽ നിന്ന് വെള്ളം ഇറങ്ങിയാണ്ടില്ലേ. അപ്പോൾ നല്ലോണം ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ അതിലേക്ക് നേരത്തെ അരച്ച് വെച്ച ആ തേങ്ങ മിക്സിലെ അത് ഒഴിച്ചിട്ട് മാറ്റി വെക്കുക. ഇനി കുഞ്ഞിപ്പത്തിലാക്കാൻ വേണ്ടിയിട്ട് വലിയൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നേരത്തെ നമ്മൾ അരിഞ്ഞ് വെച്ച ചെറിയ ഉള്ളിയില്ലേ അത് അതിലോട്ട് ബ്രൗൺ കളർ വന്നവരെ നമ്മൾ ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ആ കുഞ്ഞിപ്പത്തിലുണ്ടല്ലോ നേരത്തെ റെഡിയാക്കി വെച്ചാൽ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ മുന്നേ ഞാൻ പക്വട, ചിക്കൻ പക്വടയൊക്കെ വേണ്ടിയിട്ട് നോമ്പ് തുറക്കാൻ വേണ്ടി ചിക്കൻ പക്വട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതിൻ്റെ മിക്സ് അവിടെ റെഡി ആക്കിയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്തേക്ക് ഈ കുഞ്ഞിപ്പത്തിലിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി, കണ്ടില്ല, നല്ലോണം ഇങ്ങനെ ഒന്ന് നല്ലോണം മിക്സാക്കുക. പിന്നെ നേരത്തെ നമ്മുടെ ചെമ്മീൻ്റെ ഇതിലെ അത് ഇതിലേക്ക് നല്ലോണം ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്യാം. എന്നിട്ട് കുറച്ച് മല്ലിച്ചപ്പ് ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. എല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്തിട്ട് ഈ മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് തിളച്ച് വരണം, അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. നല്ലോണം തിളച്ചിട്ട് ഈ തേങ്ങാപ്പാലിട്ടുകൊണ്ട് നല്ലോണം തിളച്ച് പിന്നെ ഞാൻ അതിലേക്ക് നല്ലൊരു ടേസ്റ്റ് ഫ്ലേവറും കിട്ടാൻ വേണ്ടിയിട്ട് ഫിഷ് മസാല ഇട്ടിനേനു. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് വരും. ഫിഷ് മസാല ഇടുമ്പോൾ വേറെ തന്നെ ഒരു ടേസ്റ്റ് വരും. അതിനിട്ടതാണ്. നിങ്ങൾക്ക് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾ ഇടണമെന്നില്ല.
പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടം, അതിടുമ്പോൾ നല്ലൊരു ഫ്ലേവർ വരുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഗൈസ്. അപ്പോൾ ഇത് നമ്മൾ തിളക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഇത് നമ്മളെല്ലാവർക്കും അറിയുന്നൊരു ഇത് തന്നെയാണ്, നോമ്പിന് എല്ലാവരും ഉണ്ടാക്കുന്നതാണ്. പക്ഷേ എനിക്ക് കുറച്ച് ബംഗാളി സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അപ്പോൾ അവരിപ്പോൾ എൻ്റെ ഈ ഇതെല്ലാം കണ്ടിട്ട് ഉണ്ടാക്കിയിട്ട് അടിപൊളി എന്നെല്ലാം പറയുന്നുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ശരിക്കും ഇത് ഉണ്ടാക്കിയത്. പിന്നെ അപ്പം തന്നെ ഞാനെല്ലാം കഴുകി. പിന്നെ ഞാൻ പക്കവട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പിന്നെ അടുപ്പത്ത് പാൻ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പം നോമ്പ് തുറക്കേൻ്റെ ടൈം ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ച് പക്കവട ആക്കിയാൽ പിന്നെ പണി കഴിഞ്ഞല്ലോ. പിന്നെ ഫ്രൂട്ട്സ് മുറിച്ചിടാനും ജ്യൂസ് അടിക്കാനല്ലേ ഉള്ളൂ. ജ്യൂസ് അടിച്ച് ഞാൻ ഫ്രിഡ്ജിൽ വെക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ജ്യൂസ് വത്തക്കയിൽ റൂഹബ്സ് വെച്ചിട്ട് പാലും പറഞ്ഞിട്ടുള്ള ജ്യൂസ് അടിക്കാമെന്ന് വിചാരിക്കുന്നത്. അതാകുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ജ്യൂസാണ് ഇതിപ്പോൾ. നല്ലൊരു ക്ഷീണം മാറുന്ന പോലെ എനിക്ക് തോന്നലുണ്ട്. അപ്പോൾ ഞാൻ അതടിക്കാമെന്ന് വിചാരിച്ച് ഞാൻ 2 ജ്യൂസ് അടിക്കലുണ്ട്. പക്ഷേ 2 ജ്യൂസ് അടിക്കുമ്പോൾ ഇവിടെ എപ്പോഴും വേസ്റ്റ് ആകുന്നതുകൊണ്ട് ഞാൻ ഇന്ന് 1 ജ്യൂസ് അടിച്ചിട്ടുള്ളൂ. അപ്പം ഞാൻ ആ ജ്യൂസിലേക്ക് കുറച്ച് ആപ്പിൾ കട്ട് ചെയ്തത് ഇടാമെന്ന് വിചാരിച്ചു. അപ്പം നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും കുടിക്കുമ്പോൾ. അങ്ങനെ ആപ്പിൾ കട്ട് ചെയ്തിട്ട് ഇടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്, ഭയങ്കര ഇഷ്ടമാണ്. ഇത്രയേ ഉള്ളൂ ഗായ്സ്. അപ്പം നമ്മൾ മാത്രം കഴിച്ചാൽ പോരല്ലോ, എൻ്റെ കോഴിക്ക് എന്തേ കൊടുക്കണ്ടേ. അപ്പം ഞാൻ ആ ജ്യൂസ് അടിച്ചതിൻ്റെ ഇത് വേസ്റ്റ് ഇല്ല, അത് ഞാൻ ചെറുങ്ങനെ മുറിച്ചിട്ട് എൻ്റെ ടർക്കിക്ക് കൊടുത്ത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗായ്സ്. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ലൈക്കും ഷെയറും കമൻറ്റും ഇടണേ. അപ്പോൾ ബൈ ബൈ.